നടത്തിയത്. അപകടത്തിൽ പരിക്ക് പറ്റിയവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മലപ്പുറം വേങ്ങരയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി. നബിദിനാഘോഷത്തിനിടയിലാണ് മുജീബ് എന്ന യുവാവിനെ 3 അംഗ സംഘം കുത്തിക്കൊന്നത്. വേങ്ങര സ്വദേശി മുക്കുമ്മൽ സിറാജുദ്ദീൻ, കാപ്പൻ ശംസുദ്ദീൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. നെടുമ്പള്ളി സേതലവി എന്ന 3ാമത്തെ പ്രതി ഒളിവിലാണ്. കഴിഞ്ഞ ദിവസമാണ് നബിദിന ആഘോഷ പരിപാടിയുടെ ഒരുക്കത്തിനിടെ മുജീബ് കുത്തേറ്റ് മരിച്ചത്. നബിദിന പരിപാടിക്ക് സംഭാവനയായി നൽകിയ നാളികേരത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപിടിയിലും കത്തിക്കുത്തിലും കലാശിച്ചത്. ഒളിവിലായ സേതലവിയുടെ പേരിൽ മോഷണ കേസ് ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ട്. നേരത്തെ തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ആ നബിദിനത്തോട് ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷയമാണ് ചെറിയതായി വന്നത്. അന്ന് ഇവർ മദ്യപിച്ചിരുന്നു എന്നുള്ളത്, അവരുടെ ആ കാറിൽ നിന്നൊക്കെ മദ്യപ്പൊക്കെ എടുത്തതാണ്. അവരെല്ലാവരും മദ്യപിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ മറ്റേ സൈതലവി ഒരു വളരെ ക്രിമിനൽ നേച്ചറിലാണ്. അയാൾ ഈ വാഹനമോഷ്ടാവാണ്. വേങ്ങരയിലെ ആന്റി സോഷ്യൽ രജിസ്റ്ററിലൊക്കെ ഉൾപ്പെട്ട ഒരു പ്രതിയാണ്. ഒളിവിലുള്ള സൈതലവിക്ക് വേണ്ടി അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ സംഭവങ്ങൾ പരിശോധിക്കാൻ ദില്ലിയിൽ രൂപീകരിച്ച അതിവേഗ കോടതികളിൽ 3 ആഴ്ച കൊണ്ട് 500 ബലാത്സംഗ കേസുകൾ പരിഗണനയ്ക്ക് വന്നു.